ഒരു ഡേറ്റിൽ നിന്നും നമുക്ക് ഡേയ്സിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനിൽ നമ്മൾ പാരാമീറ്ററായിട്ട് ഈ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആ ഡേ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. പല ഫോർമാറ്റുകളും നമുക്കതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. ആ ഡി എന്നുള്ള ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡേയ്സിനെ ഫുൾ നെയിമിൽ തന്നെ കാണാനും പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ള ഒരു ലിസ്റ്റിൽ നിന്നും നമുക്ക് യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് യൂണീക്ക്. അപ്പോൾ യൂണീക്കിൽ നമ്മൾ ഏത് സെറ്റ് ഓഫ് കോളംസിനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രം അവിടെ നമുക്ക് കിട്ടും. ഡിഫറൻറ്റ് സെൽസിലുള്ള ടെക്സ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടെക്സ്റ്റ് ജോയിൻ. അപ്പോൾ ഈ ടെക്സ്റ്റ് ജോയിനിൽ നമുക്ക് കസ്റ്റം ഫോർമുലാസ് കൊടുത്തിട്ട് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കതിനെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഓരോരുത്തരുടെയും ഡിഫറൻറ്റ് സെൽസിലുള്ള ക്വാളിഫിക്കേഷൻസിനെ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നു. ഡേറ്റയെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സോർട്ട്. അപ്പോൾ സോർട്ടിൻ്റെ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് സെൽ റേഞ്ച് ആദ്യമേ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കോളത്തിനെ ബേസ് ചെയ്താണ് സോർട്ട് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ 3rd കോളമാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അസെൻഡിങ്ങിന് വേണ്ടി 1ഉം ഡിസെൻഡിങ്ങിന് വേണ്ടി -1ഉമാണ് നമ്മൾ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ. റൗണ്ട് ഫംഗ്ഷനിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ആ എലമെൻ്റ് ആണ്. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എത്ര എലമെൻറ്റ്സിനെ വരെ റൗണ്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് 0 കൊടുക്കുകയാണെങ്കിൽ ആ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കും. ഇനി അതിൽ കൂടുതൽ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 1 or 2 കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്ര ഡെസിമൽ പോയിൻറ്റിനെ റൗണ്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കീബോർഡ് ഷോർട്ട്കട്ടാണ് Alt+=. ഒരു സ്പെസിഫിക് ലിമിറ്റ് ഉള്ള സീക്വൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സീക്വൻസ് ഫംഗ്ഷൻ. സെർച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് XLOOKUP. XLOOKUPന് 3 പാരാമീറ്ററാണുള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ഫസ്റ്റ് പാരാമീറ്റർ. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ആ സെർച്ച് ചെയ്യേണ്ട സെറ്റ് ഓഫ് അറേ ആണ് രണ്ടാമത്തെ പാരാമീറ്റർ. ലാസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടേണ്ട ആ ഒരു അറേ ആണ് ലാസ്റ്റ് പാരാമീറ്റർ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ലാത്ത ഡേറ്റയെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോപ്പർ ഫംഗ്ഷൻ. ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് 2 ഡേറ്റിൻ്റെ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് ഇവിടെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് കറണ്ട് ഡേറ്റ് ആണ്. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഇയറിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് Y ഓപ്ഷനും കൊടുക്കുക. റോമൻ ലെറ്റേഴ്സിലുള്ള നമ്പറിൽ നിന്നും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അറബിക്.